അടുത്ത എക്സ്പെരിമെന്റ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. എയിം സെറ്റ് അപ്പ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആൻഡ് ഒബ്സർവ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ലോവർ ഫ്രീക്വൻസി ആൻഡ് ഹയർ ഫ്രീക്വൻസി. നമുക്ക് നോക്കാം. ട്രാൻസിസ്റ്ററിനെ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യണം. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. ട്രാൻസിസ്റ്റർ സ്വിച്ചാണ്. സ്വിച്ച് എന്ന് വെച്ചാൽ എന്താ? ഇതൊരു സ്വിച്ചാണ്. മീൻസ് ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ യൂസ് ചെയ്യാം, സ്വിച്ച് പോലെ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ കൺട്രോളിങ് ഇറ്റ്സ് കറണ്ട്. കറണ്ടിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ സ്വിച്ചായിട്ട് യൂസ് ചെയ്യാം. അതാണ് പറയുന്നത്. അതിൻ്റെ സർക്യൂട്ടാണ് ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ഞാനൊന്ന് മാറ്റി വരച്ചു തരാം. ട്രാൻസിസ്റ്റർ ഉണ്ട്, RC, VCC, RB, ബേസ് റെസിസ്റ്റൻസ് RB, ദെൻ ഗ്രൗണ്ട്. ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതിനെ ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ RC റെസിസ്റ്റൻസ്, VCC ഈ സെക്ഷനിൽ സ്വിച്ചാക്കി മാറ്റുന്നു. സ്വിച്ച്, ദെൻ ഗ്രൗണ്ട്, RB. പറയുന്നത് ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യാം. ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. കറണ്ട് കൺട്രോൾഡ്, IB എന്ന് പറഞ്ഞ കറണ്ടിനെ കൺട്രോൾ ചെയ്ത് കറണ്ട് ഡിവൈസ് IC എന്ന് പറഞ്ഞതിൻ്റെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. അപ്പം IC ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് IB. ബീറ്റ ഓരോ ട്രാൻസിസ്റ്റർ അനുസരിച്ചൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 100 ആണെന്ന് എടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഈ സ്വിച്ച് ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനെ നമ്മൾ പറയും സ്വിച്ച് ഓപ്പൺ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ VCC, ഈ വോൾട്ടേജ് ഇങ്ങനെ തന്നെ അവൈലബിൾ ആയിരിക്കും, VCC. അപ്പം ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു VCC. ഈ വോൾട്ടേജ് എത്രയാണോ കൊടുത്തത് അത്. ട്രാൻസിസ്റ്റർ ഓൺ ആകുക എന്ന് വെച്ചാൽ ഈ സ്വിച്ച് ഓൺ ആകുക എന്നർത്ഥം. അങ്ങനെ വെച്ചാൽ എന്താ? ഇതിന് ഒരു ഇത് കിട്ടി, സർക്യൂട്ട് കംപ്ലീറ്റ് ആകാനുള്ള ഒരു അവസരം കിട്ടി എന്ന് വെച്ചാൽ VCCന്ന് ഒരു കറണ്ട് വന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് ഗ്രൗണ്ടിലോട്ട് പോകാനുള്ള ഒരു കാര്യം കിട്ടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന കറണ്ട്, കളക്ടർ കറണ്ട്, അതിനെന്താ പറയും? IC എന്ന് പറയും. അപ്പോൾ IC എന്താണ്? ബീറ്റ ടൈംസ് IB. അപ്പം IB ഉണ്ടെങ്കിൽ മാത്രമേ IC ഉണ്ടാവുള്ളൂ. അപ്പം ഇതിലൂടെ ഒരു കറണ്ട് പോവുകയാണെങ്കിൽ, IB എന്ന് പറഞ്ഞൊരു കറണ്ട് പോവുകയാണെങ്കിൽ IC എന്ന് പറഞ്ഞ കറണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ക്ലോസ് ആകും, സ്വിച്ച് ക്ലോസ് ആകും. എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ സ്വിച്ച് ക്ലോസ് ആകും, മീൻസ് ഓൺ ആകും. ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ സംഭവിക്കുക? ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്തുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ തന്നെ കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 or 0.2 വോൾട്ട് VCE. ഇതിന് അക്രോസുള്ള ജംഗ്ഷൻ വോൾട്ടേജും കിട്ടും. അത് സാച്ചുറേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. IB 0 ആണെങ്കിൽ IC 0 ആയിരിക്കും, ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് VCC കിട്ടും. 1 മനസ്സിലാക്കേണ്ട പോയിന്റ് നമ്പർ 1. അടുത്തത്, IB ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ICക്ക് ഒരു വാല്യൂ ഉണ്ടാവും, ട്രാൻസിസ്റ്റർ ഓൺ ആകും, ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട് കിട്ടും or 0.2 വോൾട്ട് കിട്ടും. പോയിന്റ് നമ്പർ 2. ഇത് നമ്മളൊരു ഗ്രാഫായിട്ട് ഇവിടെ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്. അപ്പം ഇതാണ് ഇൻപുട്ട്. IB ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ IB 0 എന്ന് പറഞ്ഞാൽ IB 0 or മൈനസ്, രണ്ട് കണ്ടീഷനിൽ സംഭവിക്കും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നു വിചാരിക്കാം. ഇതാണ് ഇൻപുട്ട്. ഓക്കെ, 0 വോൾട്ട്, 5 വോൾട്ട്, -5 വോൾട്ട്. എന്ത് സംഭവിക്കും? ഇതിപ്പോൾ 0 വോൾട്ടാണ്. 0 വോൾട്ട് ഈ സിഗ്നൽ ഇവിടെ കൊടുത്തു, ഇവിടെ ഈ സിഗ്നൽ കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിക്കും? 0 ആണെങ്കിൽ IB ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്താവും? ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് എന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് 0 വോൾട്ടിൽ അത് VCC ആയിരിക്കും.
അപ്പോൾ ഇത് ഹൈ ആയാൽ ഇവിടെ 5 വോൾട്ട് കിട്ടി. 5 വോൾട്ട് കിട്ടി എന്ത് സംഭവിക്കും? IB ഉണ്ടാവും. IB ഉണ്ടെങ്കിൽ IC ഉണ്ടാവും. ഔട്ട്പുട്ട് എന്താവും? ലോ ആവും. അപ്പോൾ ഈ സമയത്ത് ഔട്ട്പുട്ട് എന്താവും? ഹൈന്ന് ലോ ആവും ഈ സമയത്ത്. ഇനി ഇത് നേരെ 0 ആയി, 0 അല്ലെങ്കിൽ 0-നെക്കാട്ടും താഴെ -5 വോൾട്ടായി. അപ്പോൾ എന്ത് സംഭവിക്കും? IB ഉണ്ടാവുമോ? IB ഉണ്ടാവും. IB മൈനസ് ആയിരിക്കും, ഡയറക്ഷൻ മാറും. അല്ലെങ്കിൽ IB 0 ആയിരിക്കും. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? ഇത് ഈ സമയത്ത് നേരെ ഹൈ ആവും. എത്ര സമയമുണ്ട് ആ സ്റ്റേറ്റിൽ? അത്രയും സമയത്ത് ഹൈ ആയിരിക്കും. വീണ്ടും ഹൈ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻപുട്ട് ഹൈ ആയി, ഔട്ട്പുട്ട് ലോ ആവും. ഇങ്ങനത്തെ പെർഫോമൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ വേവ് ഫോം ഒന്നും കൂടെ ഞാൻ വലുതാക്കി ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ സ്വിച്ചിങ് പെർഫോമൻസ് ഒന്നും കൂടെ നോക്കാം. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ എന്ന് വിചാരിക്കാം. -0 വോൾട്ട്, 5 വോൾട്ട്, -5 വോൾട്ട്. എങ്ങനെ റെസ്പോൺസ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. ട്രാൻസിസ്റ്ററിൽ ഒരുപാട് ഇന്റേണൽ കപ്പാസിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്താൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് പെട്ടെന്ന് തന്നെ കിട്ടില്ല. നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാം. ഈ ഒരു സെക്ഷനാകുമ്പോൾ കുറച്ചുകൂടിയും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും, എന്ന് വെച്ചാൽ 0 ആയിരിക്കും അല്ലേ? 0 ആയിരിക്കും ഇത്രയും സെക്ഷനിൽ. പെട്ടെന്ന് ഇത് ലോ ആവുന്ന സമയത്ത് 0 ആയിരിക്കും. പെട്ടെന്ന് ഇത് ലോ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് ഹൈ ആവും. ഔട്ട്പുട്ട് ഹൈ ആവും, VCC ആവും. ഓക്കെ, VCC 10 വോൾട്ട് ആയിരിക്കാം. അപ്പം 10 വോൾട്ടിലോട്ട് പോകും. ഇത് പെട്ടെന്ന് ടക്ക് എന്ന് പറഞ്ഞ് പോവോ? ഇല്ല, 0th സെക്കൻഡിൽ പോവില്ല. ഇത് ഇങ്ങനെയാണെങ്കിൽ കൂടെ പതുക്കെ അത് പോവുള്ളൂ, പതുക്കെ അത് ഹൈ ആവുള്ളൂ. പതുക്കെ അത് 10 വോൾട്ടായി. ഒരു 10 വോൾട്ടായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടില്ല, അത് വളരെ ഒരു ടൈം പീരീഡ് ഇവിടെ കുറവാണ്. അതൊക്കെ ഇങ്ങനെ റൈസ് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു പെട്ടെന്ന് ഇത് ഹൈ ആയി. പെട്ടെന്ന് ഹൈ ആയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ലോ ആവണം എന്നാൽ ആവില്ല. കുറച്ച് സമയം ഈ ഒരു വോൾട്ടേജ് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ അത് ലോ ആയി മാറുള്ളൂ. നമ്മളിവിടെ നോക്കുന്ന കാര്യം ഈ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചിങ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടൈമുകളെ കുറിച്ചാണ്. അപ്പം ഫസ്റ്റുള്ള സമയം ഡിലേ ടൈം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുത്തിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ടിൽ ഒരു പെർഫോമൻസ് വരുന്നത് എന്നുള്ളതാണ് ഡിലേ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. പറയുന്നത് ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 10% ഓഫ് VCC ആകുന്നത് വരെ. 10% ഓഫ് VCC എന്ന് വെച്ചാൽ എത്രയാ? 1 വോൾട്ട്. ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുത്ത സമയം മുതൽ 10% ഓഫ് VCC ആകുന്നത് വരെയുള്ള സമയത്തെ അത്രയും ഡിലേ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ ഡിലേ ടൈം എന്ന് പറയും, TD. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇത് റൈസ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പം 10% മുതൽ 90% ഓഫ് VCC. അപ്പോൾ 10 വോൾട്ട് കൊടുത്താൽ എത്ര വോൾട്ട് ഉണ്ടാവും? 9 വോൾട്ട് ഉണ്ടാവും. 90% ഓഫ് VCC ആയിട്ട് ഇവിടെ ഇതിങ്ങനെ റൈസ് ചെയ്ത് പോവാണ്. ഈ സമയത്തെ റൈസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ റൈസിങ് ടൈം എന്ന് പറയും, TR, റൈസിങ് ടൈം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ ഇവിടെ മുതൽ ഇത്രയും സമയം എടുത്തു എന്നുള്ള രീതിയിൽ T ഓൺ ടൈം എന്ന് പറയും, ട്രാൻസിസ്റ്റർ ഓൺ ടൈം. മനസ്സിലാക്കാം. ഇനി ട്രാൻസിസ്റ്റർ ഇത് ഔട്ട്പുട്ടിലോട്ട് പോകുന്നു, ഔട്ട്പുട്ടിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ചേഞ്ച് ഉണ്ടാവുന്നു. ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ആ ഇൻസ്റ്റന്റിൽ തന്നെ ഇത് താഴോട്ട് പോവോ? ഇല്ല. കുറച്ച് സമയം എന്ത് സംഭവിക്കുന്നു? ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു ചാർജിനെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്റ്റോറേജ് ടൈം എന്നുള്ളൊരു ടൈം ഉണ്ട്. എന്ന് വെച്ചാൽ
നമ്മൾ ഇൻപുട്ട് സഡൻ ആയിട്ട് ചേഞ്ച് ആയി, എന്നാൽ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു കുറച്ച് ചാർജുകളുടെ, അതുകൊണ്ട് ബിക്കോസ് ഓഫ് ഇന്റേണൽ കപ്പാസിറ്റൻസ്. അപ്പം അത് പറയുന്നത് ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഔട്ട്പുട്ട് 100% നിന്നും മീൻസ് 10 വോൾട്ടിൽ നിന്നും 90% ഓഫ് VCC, അതായത് 9 വോൾട്ട് ആവാൻ എത്ര ടൈം എടുത്തോ അതിനെ സ്റ്റോറേജ് ടൈം എന്ന് പറയും. അതിനെ TS എന്ന് പറയും, സ്റ്റോറേജ് ടൈം. പിന്നെ സ്റ്റോറേജ് ടൈം മുതൽ, അതായത് 90% ഓഫ് VCC മുതൽ 10% ഓഫ് VCC ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഈ സമയത്തെ, ഓർ 1 വോൾട്ട് ആയി മാറുന്ന ഈ സമയത്തെ ഫോൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ TF, ഫോൾ ടൈം എന്ന് പറയും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ T ഓഫ് ടൈം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. TD മെഷർ ചെയ്യണം, TR മെഷർ ചെയ്യണം, റൈസ് ടൈം മെഷർ ചെയ്യണം, TS മെഷർ ചെയ്യണം, ആൻഡ് TF മെഷർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇവിടെ മെഷർ ചെയ്യണം. നമുക്ക് നോക്കാം. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുക, ബേസിൽ ബേസ് റെസിസ്റ്റൻസ് കൊടുക്കുക, കളക്ടർ റെസിസ്റ്റൻസ് കൊടുക്കുക. ഇത് ചാനൽ 2 ഔട്ട്പുട്ടായിട്ടും ചാനൽ 1 ഇൻപുട്ടായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾക്ക് അറിയാം കണക്ഷനൊക്കെ. അത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിട്ട് നോക്കാം. സ്ക്വയർ വേവ് കൊടുത്തു. സ്ക്വയർ വേവ് 1 കിലോ വാട്ട്സ്, 10 വോൾട്ട് പീക്ക് ടു പീക്ക്. അപ്പോൾ ഒരു പീക്കിൽ 5 വോൾട്ടും മറ്റേ പീക്കിൽ -5 വോൾട്ടും ഉണ്ടാവും. 10 വോൾട്ട് നമ്മളെ ഇൻപുട്ടായിട്ട് VCC ആയിട്ട് കൊടുത്തു. നിങ്ങൾക്കത് ചെറുതായിട്ട് ഇവിടെ കാണാം 10 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അന്നേരമുള്ള ഒരു പെർഫോമൻസ് ആണിത്. നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ലോ. ഇൻപുട്ട് ലോ ആവുന്ന സമയത്ത് ഓർ 0 ഓർ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ. ഇതാണ് സ്വിച്ചിന്റെ പെർഫോമൻസ്. ഇതാണ് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെത്. ഇത് ഇൻപുട്ടാണ്. നമുക്കിനി റൈസ് ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്യാൻ നോക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ DSOയിൽ ട്രിഗറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പം അത് ട്രിഗറിംഗ് ലെവല് ഈ ഒരു സെക്ഷൻ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾ പ്രസ് ചെയ്താൽ ട്രിഗർ മെനു കിട്ടും. ഇതാണ് ആ ട്രിഗർ മെനു. ടൈപ്പ്, സോഴ്സ്, സ്ലോപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് മോഡ്, ഓട്ടോമാറ്റിക് മോഡും ഉണ്ട്, നോർമൽ മോഡും ഉണ്ട്. നമ്മൾ നോർമൽ അപ്പം നമ്മൾ ഇത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫോളിംഗ് അടിച്ചിൽ എത്ര വളരെ മൈക്രോ സെക്കൻഡ് ഡ്യൂറേഷനുള്ള സാധനങ്ങളൊക്കെ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ട്രിഗർ മെനു പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇൻപുട്ടിനെയാണ് നമ്മൾ ട്രിഗർ ചെയ്യാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻപുട്ടിൻ്റെ ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ട്രിഗറായിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പം സോഴ്സ് എന്നുള്ളത് CH1 സെലക്ട് ചെയ്യുക. സ്ലോപ്പ് ഫോളിംഗ് എഡ്ജ് ആയതുകൊണ്ട് ഫോളിംഗ് സെലക്ട് ചെയ്യുക. മോഡ് നോർമലായിട്ട് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ട്രിഗർ, ഒരു ഇത് കണ്ടോ, ഒരു ട്രിഗറിൻ്റെ ലെവൽ നിങ്ങൾക്ക് കാണാം. ആ ട്രിഗറിൻ്റെ ഈ നോബ് തിരിക്കുന്നതനുസരിച്ച് അത് മേലോട്ട് പോകും. അപ്പം എവിടെയാണോ നമുക്ക് ട്രിഗർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ട്രിഗറിങ് നടക്കുന്നില്ല. ഇതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഏത് ലെവലിലാണോ ട്രിഗറിങ് നടത്തേണ്ടത് അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ട്രിഗറിങ് നടക്കും. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ, അതായത് ഈ ലെവലിൻ്റെ താഴോട്ട് ഈ ഇൻപുട്ട് സിഗ്നൽ വന്ന സമയത്ത് ഇവിടെ ട്രിഗറിങ് കിട്ടി. ഇനി നിങ്ങൾ ഈ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റൈസ് ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. പൊസിഷൻ വേണമെങ്കിൽ ലേശോടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിങ്ങനെ വെച്ചു. ഇപ്പം ഇത് താഴോട്ട് പോകുന്ന അടിച്ചാണ്. ഞാൻ പറഞ്ഞത് റൈസ് ടൈം എന്തായിരുന്നു? റൈസ് ടൈം എന്ന് പറയുന്നത് എവിടെയാണോ താഴോട്ട് പോകുന്ന അടിച്ച് ഈ എൻഡ് മുതൽ ഇത് 10% ആവുന്ന വരെയുള്ള സമയമാണ്. അതൊക്കെ നമുക്കെങ്ങനെ മെഷർ ചെയ്യാം? കർസർ ഇടുക. എവിടെയാണ് മെഷർ ചെയ്യുന്നത്? ചാനൽ 2-ലാണ്. സോഴ്സ് ചാനൽ 2 ആക്കി മാറ്റുക. സോറി, ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഡിലേ ടൈമാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഇവിടം മുതൽ ഇത് റൈസ് ചെയ്തിട്ട് 10% ആവുന്ന വരെ. അപ്പോൾ ഇവിടെ റൈസിങ് എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ റൈസിങ് ടൈം എന്ന് പറഞ്ഞു പോയത്. ഡിലേ ടൈമാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കർസർ ഞെക്കി, ആംപ്ലിറ്റ്യൂഡ് ഞെക്കി, എന്നിട്ട്
ടൈമാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കർസർ 1 ഇവിടെ ഫിക്സ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് ഇൻപുട്ട് ഫോൾ ചെയ്ത സ്ഥലം മുതൽ ഔട്ട്പുട്ട് എവിടെ ആവണം, ഇവിടെ ആവണം, ഈ പോയിന്റിൽ കിട്ടണം. അതായത് 10% VCC, ഏകദേശം 1 വോൾട്ട് ആവുന്നവരെ നോക്കാം. 1 വോൾട്ട് ആവുന്നത് നിങ്ങൾക്ക് ഇത് ഒരു ഡിവിഷൻ 1 വോൾട്ടാണ്. അപ്പം CH2 ഒരു ഡിവിഷൻ 2 വോൾട്ടാണ്. അപ്പോൾ 2, 4, 6, 8, 10 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സെൻട്രൽ ഡെൽറ്റ വി ഇതാ ഏകദേശം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ടൈം എത്രയാണ്? 500 നാനോ സെക്കൻഡ്. അപ്പോൾ TD എന്തായി? ഡിലേ ടൈം 500 നാനോ സെക്കൻഡ് ആയി. മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യേണ്ടത്? റൈസ് ടൈം 10% മുതൽ 90% ആകുന്ന വരെയുള്ളത് സമയം നോക്കാം. %10 മുതൽ 90% വരെയുള്ള സമയമാണ്. അപ്പം ഒരു കർസറിനെ ഇവിടെ ഫിക്സ് ചെയ്തു. അടുത്ത കർസറിനെ എടുത്തിട്ട് നമുക്ക് ആ 90% ഫിക്സ് ചെയ്യാം. 90% എവിടെ വരും? ഇതാ ഏകദേശം ഇവിടെ വരുമല്ലേ? ഇത് 10 ആണ്. 2, 4, 6, 8, 10. അപ്പോൾ 90% ഏകദേശം ഇവിടെ വന്നു അല്ലേ? ഇവിടെ വരും 90% VCC. എത്ര കിട്ടി? റൈസ് ടൈം 480 നാനോ സെക്കൻഡ്. അപ്പം റൈസ് ടൈമും ഡിലേ ടൈമും ആയി. ഇനി നമുക്ക് നമ്മുടെ ഫോൾ ടൈമും കാര്യങ്ങളും നോക്കുന്നത് ഇൻപുട്ട് റൈസ് ചെയ്യുന്ന സമയമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ട്രിഗർ മെനുവിൽ പോയിട്ടൊന്ന് CH1 അത് തന്നെ ആക്കാം. ഇത് ഒന്ന് റൈസിങ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പെർഫോമൻസ് നോക്കാം. ഇതാ റൈസിങ് ആക്കുന്ന സമയത്ത് തന്നെ അത് മാറി. നിങ്ങൾക്കിതൊന്ന് വലുതാക്കിയിട്ട് കാണാം. ഓക്കെ, നോക്കാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട സമയത്ത് കർസർ ഇടുക. ഇപ്പം ടൈമാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. സോഴ്സ് CH2 ആണ് മെഷർ ചെയ്യാനുള്ളത്. അപ്പം എന്താ മെഷർ ചെയ്യാനുള്ളത്? ഇത് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് കുറഞ്ഞ് 90% ആവുന്ന വരെയുള്ള സമയമാണ് സ്റ്റോറേജ് ടൈം. എത്ര കിട്ടി? ഏകദേശം 280 നാനോ സെക്കൻഡ് കിട്ടി ഡെൽറ്റ T. അപ്പോൾ 280 നാനോ സെക്കൻഡ് ഇടുക. ഇനി ഫോൾ ടൈം എന്ന് വെച്ചാൽ എന്താ? 90% മുതൽ 10% വരെ ആവുന്ന സമയം നോക്കാം. 90% ഒന്ന് ഫിക്സ് ചെയ്തു. അടുത്ത കർസറിനെ എടുത്തിട്ട് നമുക്ക് 10% കൊണ്ടുവെക്കാം. 10% ഓഫ് VCC ഏകദേശം ഇവിടെ വന്നു. എത്ര കിട്ടി? 480 നാനോ സെക്കൻഡ് തന്നെ കിട്ടി. ഓക്കെ, അതായത് 1 വോൾട്ട് ആവുന്നത് 10%. അതെന്താണ്? ഫോൾ ടൈമാണ്. അപ്പം T ഓഫ് എന്താ? സ്റ്റോറേജ് ടൈം പ്ലസ് ഫോൾ ടൈം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് സ്വിച്ചിൻ്റെ പെർഫോമൻസ്. LED വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. LED വെച്ചിട്ട് നിങ്ങൾക്കൊരു 10 Hz കൊടുത്താൽ LED ബ്ലിങ്ക് ചെയ്യും. അപ്പം അതത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം ഇത് നിങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക.